ഹായ്, എല്ലാവർക്കും സുഖമല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറേ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മുടെ ഫേസ്ബുക്ക് നിറച്ച് തുറന്നു കഴിഞ്ഞാൽ തമ്മിത്തല്ലാണ്, ജാതിയുടെ പേര് പറഞ്ഞ് തമ്മിത്തല്ലാണ്. എന്താ ഇന്നലെ എങ്ങാണ്ട് ഉണ്ടായ ഒരു സംഭവമാണ് ഇതെന്ന രീതിയിൽ മനുഷ്യരെല്ലാവരും കൂടെ അങ്ങോട്ട് അടി ഓടുകയാണ്. ഇന്ത്യയാണ്. എനിക്ക് ഒരു 37-38 വയസ്സടുപ്പിച്ചായി. ഈ 18 വർഷം പോട്ടെ, ഈ 30 വർഷത്തിനിടയ്ക്ക് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു 6-7 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ എങ്ങും ആരും ജാതി പറഞ്ഞ് മാറ്റി നിർത്തുന്നതോ, ഒരു അധ്യാപകർ മാറ്റി നിർത്തുന്നതോ, അല്ലെങ്കിൽ ഒരു കുട്ടികൾ കൂടെ പഠിക്കുന്നവർ ആകപ്പാടെ ഒരു ആ ജാതിയായിട്ട് ഓർമ്മ വരുന്നതല്ല ആ ഒരു ഇത് പറയുന്നത്. വർഷത്തിലൊരിക്കൽ ഗ്രാൻഡ് വരുമ്പോൾ ടീച്ചർ പറയും നാളെ ഗ്രാൻഡുണ്ട്, അതിന് അർഹരായ കുട്ടികൾ പാരൻസിനെയും കൂട്ടി വരണം. ആ ഒരു സമയത്തുണ്ടാകുന്നതല്ലാണ്ട് എനിക്കറിഞ്ഞൂട സത്യം. പിന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കാശില്ലാത്തതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നല്ലൊരു വീടില്ലാത്തതുകൊണ്ട് കൂടെ പഠിക്കുന്ന പിള്ളേരെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാതിരുന്നിട്ടുണ്ട്. കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടുണ്ട്. നമ്മുടെ വീടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതല്ലാണ്ട് ജാതിയുടെ പേരിൽ ഇപ്പോഴീ സമയത്ത് അവനവന് കഴിവുകൊണ്ട് 10 കാശും കയ്യിലുണ്ടെങ്കിൽ കിട്ടുന്ന ബഹുമാനം ഒരിടത്തുമില്ല. അതൊക്കെ തനിയെ വരും. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർ അവരുടെ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കും അല്ലേ? ഈ പറയുന്ന 10-65 കൊല്ലം ഇന്ത്യ ഭരിച്ചവർക്ക് ആർക്കും ജാതി വേണ്ട, ജാതി എന്ന കോളൈനി മാറ്റി ഇനി ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി വെക്കണ്ട എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റും? ഇപ്പം ഭരിക്കുന്നവർക്ക് പറ്റുമോ? അത് ഇന്ത്യ ഭരിക്കുന്നവർക്കാണെങ്കിലും കേരളം ഭരിക്കുന്നവർക്കാണെങ്കിലും പറ്റുമോ? അടുത്ത ഇലക്ഷൻ അങ്ങനെ വെക്കാൻ പറയാം. നമ്മുടെ കേരളത്തിൽ അടുത്ത ഇലക്ഷൻ വരെയല്ലേ? ഇനി മുതൽ കേരളത്തിൽ പഠിക്കാൻ കൊണ്ടുവരുന്നു, കേരളത്തിലായാലും ഇന്ത്യയിലായാലും കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി കോളത്തിൽ ജാതി ചേർക്കുക, അങ്ങനൊരു കോളമേ വെക്കരുത്. അങ്ങനെ പറഞ്ഞു നോക്കൂ. അപ്പോൾ വരുന്നൊരു തലമുറ ജാതി ഇല്ലാതെ വളരും. അത് ചെയ്യൂ. ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ജാതി കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് അവർ ജാതി പറയുന്നവരെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ല? അത് മനസ്സിലാക്കാതെ അത് വിറ്റ് കുറേ പേര് കാശുണ്ടാക്കും. അവർ ജാതി പാടും, മറ്റത് പറഞ്ഞും ചർച്ച നടത്തി അവർ കുറേ കാശുണ്ടാക്കും. ഈ പറയുന്നവർ ഈ കാശുണ്ടാക്കുന്നവരാരെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും സഹായം ചെയ്യുന്നതായിട്ട് അറിയുമോ? അവരാരും ചെയ്യുകയുമില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ ചെല്ലുന്നിടത്ത് നല്ല റെസ്പെക്റ്റ് കിട്ടും. ഒരു ബ്രാഹ്മണനും ഒരു ജാതി കുറഞ്ഞൊരാളും കൂടി ഒരു ഫംഗ്ഷനോ എന്തേലും ചെന്ന് നോക്കട്ടെ, അവിടെ റെസ്പെക്റ്റ് കിട്ടുന്നത് മെയിനായിട്ട് അവരുടെ ഔട്ട്ഫിറ്റും അവരുടെ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. അല്ലാതെ നീ ഇന്ന ജാതിയാണോ നോക്കിയിട്ടെന്നായിരിക്കില്ല. കാശുണ്ടെങ്കിൽ എന്ത് നടക്കും. എനിക്കുണ്ടായ അനുഭവത്തിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഒരു പണ്ട് ആൾക്കാരുടെ കാശുണ്ടെങ്കിൽ അച്ഛനെ അമ്മയും വരെ വിലയ്ക്ക് വാങ്ങാൻ പറ്റും, സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ പറ്റും. നമ്മളെ സ്നേഹിക്കണമെന്ന് അതിപ്പോൾ ആർക്കും അവരുടെ ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല. കാശുണ്ടെങ്കിൽ